സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ കഥ പറയുന്ന വീഡിയോ സീരീസിലെ 5ാം ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞുകൊള്ളട്ടെ, ഇത് സൺഡേ ശാലോം ന്യൂസിന് വേണ്ടി തീർത്തും വോളണ്ടറിയായി ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. ഇതിന് ഞാൻ പ്രതിഫലം ഒന്നും സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ എഫേർട്ട് ഇൻവോൾവാണ്. ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ ഒരു 6-7 മണിക്കൂർ നേരത്തെ കാര്യമായ റെഫറൻസുകൾ ഉണ്ടെങ്കിലേ ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. ബൈബിൾ അറിയാത്തത് കൊണ്ടല്ല, ബൈബിൾ നല്ലതുപോലെ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു ടോക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർസ് എ ഗ്രേറ്റ് എഫേർട്ട്. അപ്പോൾ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തണം എന്നുള്ളൊരു താല്പര്യത്തോടെയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഗൗരവമുള്ളൊരു വീഡിയോയാണ്, ആളുകൾ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യണം എന്ന ഒരു റിക്വസ്റ്റ് ആദ്യമേ വയ്ക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത യാഹ്വേ മോശയെ ഇസ്രായേൽക്കാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി ചുമതലപ്പെടുത്തി അയക്കുന്നിടത്താണ്. അവിടെ യാഹ്വേ എന്ന പേരിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായി കൊടുത്തിട്ടുള്ളത് ഐ ആം ഹൂ ഐ ആം എന്നുള്ളതാണ്. ഞാനാകുന്നു. എന്താണ് ഈ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ? ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? അപ്പം നിങ്ങൾ ആരാണ് എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു. മോശ ദൈവത്തോട് ചോദിച്ച ചോദ്യം അത് തന്നെയാണ്, നിങ്ങൾ ആരാണ്? അപ്പം എന്നോടാണ് ഈ ചോദ്യം വരുന്നതെങ്കിൽ ഞാൻ പറയും, ഞാൻ ജോൺ മല്ലികശ്ശേരിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്നമ്മയുടെയും കൂടി മകനാണ്. അതാരാ? അപ്പോൾ വീണ്ടും ഞാൻ വേറെ ചില അഡ്രസ്സുകൾ തന്നു. വീണ്ടും അതാരാ? അപ്പം അങ്ങനെ ചോദിച്ച് അവസാനം ഞാൻ എന്നോട് തന്നെ ഒരു ചോദ്യത്തിലേക്ക് എത്തും, ഞാൻ ആരാണ്? വാസ്തവത്തിൽ എല്ലാ ആത്മാന്വേഷണങ്ങളും തുടങ്ങുന്നത് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ്. ഇതൊരു വലിയ ഫിലോസഫിയാണ്. ഇത് ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആത്മാന്വേഷണം എന്ന് പറയുന്നത് ആരംഭിക്കുന്നത് ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ്. അത് ധ്യാനമുള്ളവർക്ക് അത് മനസ്സിലാവും. ഇപ്പോൾ ഈ വീഡിയോയുടെയൊക്കെ അടിയിൽ വന്ന് ചുരുക്കം ചില ആളുകൾ ചോദിക്കുന്നത് ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആത്മാന്വേഷണത്തിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തേണ്ടത്. ചിന്തിക്കുന്ന മനുഷ്യൻ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം, നീ ആരാണ്? അപ്പം ഇതിന് റിപ്ലൈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ അഡ്രസ്സ് പറയുമ്പോഴും ആ അഡ്രസ്സ് ഇൻസഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അടുത്ത അഡ്രസ്സിലേക്ക് പോകും, അതും ഇൻസഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് നമ്മുടെ തൊഴിലിനോട് ചേർത്തുള്ള അഡ്രസ്സുകളോ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള അഡ്രസ്സുകളോ, നമ്മളുടെ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ ചേർന്ന അഡ്രസ്സുകളോ ഒക്കെ പറയുമെങ്കിലും എല്ലാ അഡ്രസ്സുകളും അപൂർണമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നിടത്തുനിന്നാണ് ആത്മാന്വേഷണം ആരംഭിക്കുന്നത്. ഇവിടെ ദൈവം പറഞ്ഞ ഉത്തരം ഐ ആം ഹൂ ഐ ആം എന്നാണ്. ഞാനാകുന്നു, എനിക്ക് വേറെ ഒരു അഡ്രസ്സ് ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ അനാദിയാണ് എന്ന് വിളിക്കുന്നത്. ദൈവത്തിന് ബിഗിനിങ് ഇല്ല, അതിൽ തന്നെ പൂർണ്ണമാണ്. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിന്നോട്ട് ഒരു ചരിത്രമില്ല. ദൈവം എന്നുള്ളത് പൂർണ്ണതയാണ്. ഐ ആം ഹൂ ഐ ആം എന്നുള്ള ആ എക്സ്പ്ലനേഷൻ്റെ മീനിങ് അതാണ്. പിന്നീട് ഫറവോയുടെ കയ്യിലുള്ള വടി, ആട്ടിടയന്മാരുടെ കയ്യിലൊരു വടിയുണ്ട്. ഇദ്ദേഹം ആട്ടിടയനാണ്. എല്ലാ ആട്ടിടയന്മാരുടെ കയ്യിലും ഒരു വടി ഉണ്ടാവും. അപ്പം അത് ആ വടി എന്ന് പറയുന്നത് ഒരു പൗരുഷത്തിൻ്റെ അടയാളം കൂടിയാണ്. ഒരു മുതിർന്ന ഒരാളാണ് സാധാരണ വടി പിടിക്കുക. അന്നത്തെ സംസ്കാരത്തിൽ വടി കയ്യിൽ വയ്ക്കുന്നത് മുതിർന്ന ഒരാളാണ്. അത് ആട്ടിടയൻ ആടുകളെ നയിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആടുകളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളെ എതിരിടാൻ വേണ്ടി ഉപയോഗിക്കും. പല പർപ്പസിന് വേണ്ടിയുള്ളതാണ് ഈ വടി. അവർക്ക് കുത്തിപ്പിടിച്ച് നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ വടി നിലത്തിടുമ്പോൾ പാമ്പാവും. വീണ്ടും ആ വടി പാമ്പിൻ്റെ വാലം പിടിച്ച് കിടക്കുമ്പോൾ അത് വടിയാവും. ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് പ്രധാനമായിട്ടും നോക്കിനോട്. വേറെ 1-2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിലവൻസ് എന്താണ്? മോശ ഇതുമായിട്ട് ഫറവോയുടെ മുമ്പിൽ ചെന്ന് ഫറവോ അടയാളം ചോദിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന അടയാളം ഇതാണ്. അപ്പോൾ ഈ പാമ്പ് എന്ന് പറയുന്നത് റിലവൻസ് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റിലവൻസ്, പാമ്പ് എന്ന് പറയുന്നത് ഈജിപ്തുകാർക്ക് ദൈവമാണ്. അവരുടെ പ്രധാന ദൈവങ്ങൾ ഒന്ന് പാമ്പ്, പത്തി പിടിച്ച് നിൽക്കുന്ന പാമ്പ് എന്നുള്ളത് എല്ലായിടത്തും ദൈവമാണ്. കാരണം അത് വിഷമുള്ള സാധനമാണ്. അതിനെ കാണാനൊരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് എടുത്തെങ്കിൽ ഭയം തോന്നുന്നൊരു സാധനമാണ്. ഭീതി തോന്നുന്നവയാണ് പൊതുവെ പാഗൻ ഗോഡ്സ്. അതായത് നമുക്ക് ദൈവങ്ങളായിട്ട് ആളുകൾ മലയെയും കുന്നിനെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെട്ടൊരു സാധനം ഈ പാമ്പാണ്. ലോകത്തിൽ എല്ലായിടത്തും പാമ്പുകളെ ആരാധിക്കുന്ന രീതിയുണ്ട്. ഇന്ത്യയിൽ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും അത് ഒരു പ്രധാനപ്പെട്ട ഗോളാണ്. 2, സൂര്യദേവൻ. അതും ലോകത്തിൽ എല്ലായിടത്തുള്ളതാണ്, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട്. സൂര്യൻ എന്നുള്ളൊരു അത്ഭുതമാണ്. സൂര്യനില്ലെങ്കിൽ ജീവനില്ല എന്നുള്ളത് ആദ്യം മുതലേ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഇവർ സൂര്യനെ ദൈവമായി ആരാധിക്കുന്നവരാണ്. 3, ഫറവോൻ തന്നെ ദൈവമാണ്.
രാജാവ് ദൈവമാണ്. അത് റോമൻ കൾച്ചറിലൊക്കെ ഉള്ളതാണ്. രാജാവിനെ ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു രീതി റോമൻ കൾച്ചറിൽ പോലും, അതായത് ഈ ഫറവോയുടെ ഒക്കെ കാലം കഴിഞ്ഞ് 1500-2000 വർഷം ഇപ്പുറത്ത് റോമൻ കൾച്ചറിൽ പോലും രാജാവിനെ ദൈവമായി ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഫറവോൻ ദൈവമാണ്. അപ്പോൾ ഇവരുടെ ദൈവങ്ങളിൽ ഒരെണ്ണത്തിനെയാണ് വാലെ പിടിച്ച് വടിയാക്കി മാറ്റുന്നത്. ഈ വടി പാമ്പാവുന്നു, പാമ്പ് വീണ്ടും വടിയായി മാറുന്നു. അപ്പോൾ അവരുടെ ദൈവത്തെ അത് അത്രേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണ്, അല്ലെങ്കിൽ ദൈവം അയച്ച ഒരാളുടെ കയ്യിൽ ഒതുങ്ങുന്ന ദൈവം മാത്രമാണ് നിങ്ങളുടെ ദൈവം എന്നുള്ളതാണ് അതിൽ നിന്ന് നൽകുന്ന ഒന്നാമത്തെ മെസ്സേജ്. രണ്ടാമത് പിന്നെ നമ്മൾ തിയോളജിക്കലായിട്ട് പോകുമ്പം പിന്നെ പർദീസയിലെ പാമ്പും അങ്ങനത്തെ കഥയൊക്കെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഈ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട സെക്യുലർ വിഷയങ്ങളാണ് പൊതുവേ ഇതിനകത്ത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പാമ്പ് പിന്നീട് അവിടെ ഫറവോ ആളുകളെ വിടാൻ തയ്യാറാവുന്നില്ല. ഫറവോയുടെ അദ്ദേഹം ആവശ്യപ്പെട്ടത് അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി ഈ ജനത്തെ മുഴുവനും കൂടി പിന്നെ ഇദ്ദേഹത്തിന് ദൈവദർശനം കിട്ടിയ സീനാമലയിലേക്ക് അയക്കണം എന്നുള്ളതായിരുന്നു മോശയുടെ ഡിമാൻഡ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വിടാൻ പറ്റില്ല. ആദ്യം ഇടയ്ക്ക് സമ്മതിക്കും, പിന്നെ വിടാതിരിക്കും. അപ്പോൾ മോശയുടെ ഹൃദയം കഠിനമായി എന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ഓരോ പ്രാവശ്യവും ഇദ്ദേഹം സമ്മതിക്കുകയും പിന്നെ സമ്മതിക്കാതിരിക്കുമ്പം എന്തെങ്കിലും ഒരു ശാപം, പേന്, തവള, അല്ലെങ്കിൽ പിന്നെ കുളത്തിലെയും എല്ലാത്തരം ജലവും രക്തമായി മാറും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 8 ശിക്ഷ കഴിഞ്ഞ് 9ാമത്തെ ശിക്ഷയായിട്ട് വരുന്നത് സൂര്യൻ ഇരുണ്ടു പോകുന്നതാണ്. അപ്പോൾ ഒരു ദിവസം അസ്തമിച്ച സൂര്യൻ പിന്നീട് ഉദിക്കുന്നില്ല. ഇവർ സൂര്യൻ്റെ അസ്തമനത്തെ, അത് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിനെ മരണമായും പിറ്റേ ദിവസമുള്ള ഉദയത്തെ ജീവനായും അവർ പരിഗണിച്ചിരുന്നു, അല്ലെങ്കിൽ ജനനമായും പരിഗണിച്ചിരുന്നു. അസ്തമിച്ച സൂര്യൻ പിന്നീട് ഉദിച്ചില്ല എന്ന് പറഞ്ഞാൽ ഉദിച്ചപ്പം വലിയ ഹെവി ആയിട്ടുള്ള മഴക്കാരോ എന്തെങ്കിലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി പോയിക്കണം. ഫോർ മെനി ഡേയ്സ് സൂര്യനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ സൂര്യൻ പിന്നീട് ജനിച്ചില്ല, അതായത് പെർമനൻ്റ് ആയിട്ടുള്ള മരണം. അവരുടെ ദൈവത്തെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വാസ്തവത്തിൽ ഈ ഓരോ പ്രാവശ്യവും ഇമാതിരിയുള്ള ഈ ഫറവോൻ സമ്മതിച്ചിട്ട് പിന്നീട് അദ്ദേഹം ഹൃദയം ഹാർഡൻ ചെയ്ത് വിടില്ല എന്ന് പറയുന്നത് ഈ യഹോവേ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ശക്തി ഇത് ഇസ്രായേൽ ജനത്തിനും മോശയ്ക്കും ഫറവോനും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഇവരുടെ ഓരോ തരത്തിലുള്ള സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകളും കടന്നു പോകാൻ വേണ്ടി ഓരോരോ ബുദ്ധിമുട്ടുകൾ വയ്ക്കുമ്പോൾ അതിനെ ഓരോന്നിനെയും ദൈവം മറികടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഫറവോ ഒന്നും ആരാധിക്കുന്ന ദൈവമല്ല, ദൈവം എന്നുള്ളത് മോശയുടെ ദൈവമാണ്, അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ദൈവമാണ്. ഇത് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ വിവിധ തരത്തിലുള്ള വ്യാധികൾ വരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. അങ്ങനെ അവസാനം ഇത് 10ാമത്തെ വ്യാധിയിലേക്ക് എത്തുന്നു. 10ാമത്തെ വ്യാധി വളരെ കഠിനമായതാണ്. അത് ഈജിപ്തിലെ എല്ലാ വീടുകളിലെയും ആദിജാതന്മാരെ കൊല്ലുകയും അല്ലെങ്കിൽ ദൈവം സംഹരിക്കുകയും അതുപോലെ അവിടുത്തെ മൃഗങ്ങളുടെയും ഒക്കെ ആദിജാതന്മാരെ ദൈവം സംഹരിക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് പിന്നെ ഇസ്രായേൽ ചരിത്രത്തിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പോയിന്റാണ്. ഈ പോയിന്റിലാണ് ദൈവം ഈ ഇസ്രായേൽ ജനത്തെ ഒരു സമൂഹം എന്ന നിലയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതിനു മുൻപ് ഇത് അബ്രാഹത്തിന്റെ മക്കൾ എന്നുള്ള ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിന്റെ മാത്രം സംഗതിയായിരുന്നു. ഇന്ന് ഇതൊരു ഗോത്രത്തിന്റെ സംഗതിയല്ല. ഇപ്പോൾ പറയുന്നത് ഈ സമൂഹം ഏകദേശം 6 ലക്ഷം പുരുഷന്മാരുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു വലിയ സമൂഹമാണ്, വലിയൊരു ജനസഞ്ചയമാണ്. അപ്പോൾ ഈ 20 ലക്ഷത്തോളം വരുന്ന ഈ സമൂഹം, അതിനകത്ത് ഈ അബ്രാഹത്തിന്റെ മക്കളല്ലാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ 20 ലക്ഷത്തോളം ആളുകൾ അവരെ ഒരു സമൂഹം എന്ന നിലയിൽ ആക്സെപ്റ്റ് ചെയ്യാണ്. ഈ അബ്രാഹത്തിന്റെ മക്കൾ എന്നുള്ള അഡ്രസ്സ് മാറി ഇനി ഇവർക്ക് ഇസ്രായേൽക്കാർ എന്നുള്ളൊരു അഡ്രസ്സാണ് വരിക. അപ്പോൾ ഈ അഡ്രസ്സിൽ ഇവർക്ക് ചില നിയമങ്ങൾ കൊടുക്കുകയാണ്. ആ നിയമങ്ങൾ ഇതാണ്: നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരണത്തെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം, നിങ്ങളിവിടെ 430 വർഷം പൂർത്തിയായി, ഇനി ഒരു പുതിയ യുഗം സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് 1ാമത്തെ മാസമായിരിക്കണം. അപ്പോൾ 1ാമത്തെ മാസത്തിന് പേര് അബീബ് എന്നാണ് അവിടെ ഹീബ്രുവിൽ പേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ ആ മാസത്തിൻ്റെ പേര് നീസാൻ എന്നാണ്. ഇത് ബാബിലോൺ പ്രവാസകാലത്ത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ ഹീബ്രു ഭാഷ ബാബിലോണിയൻസ് നിരോധിച്ചിരുന്നു. അത് ഇവർ ഇസ്രായേൽക്കാർ എപ്പോഴും റിബലിയൻസാണ്, അവിടെ പോയാൽ റിബലിയൻസാണ്. അപ്പോൾ ഇസ്രായേൽക്കാരുടെ റിബലിയനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി ബാബിലോണിയൻ പ്രവാസകാലത്ത്, ദാറ്റ് ഈസ് BC 587 ബാബിലോൺ പ്രവാസം വരുന്നത്. ആ സമയത്ത് ഇവരെ ഹീബ്രു ഭാഷ നിരോധിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അരമായ ഭാഷയിലെ ഈ അബീബ് എന്നുള്ളതിന് നീസാൻ എന്നാണ് പറയുന്നത്. ഇത് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാസമാണ്. അബീബ് ആണെങ്കിലും ശരി, നീസാൻ ആണെങ്കിലും ശരി, ചന്ദ്രനെ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബീബ് മാസം എന്നാണ് യഹോവ അന്ന് ആ 1ാമത്തെ മാസത്തിന് പേരിട്ട് കൊടുത്തത്. പക്ഷെ നമ്മൾ ഈശോയുടെ പീഡാനുഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലെ പുതിയ നിയമം വായിക്കുന്ന സമയത്ത് നീസാൻ മാസം എന്നിങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. ഇത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്, ഏപ്രിൽ മെയ്യിലായിട്ടാണ് ഈ സംഗതി. നമ്മുടെ പെസഹ ഒക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് വരുന്നത്. അതിൻ്റെ റീസൺ ഈ പെസഹ അബീബ് മാസത്തിലാണ്. അബീബ് മാസം മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് തന്നെ വരിക. ഇതിൻ്റെ റീസൺ ഇത് ചന്ദ്രമാസമാണ്. ചന്ദ്രമാസം ആയതുകൊണ്ടാണ് അത് മാർച്ചിലോ ഏപ്രിലോ ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇസ്രായേൽക്കാർ ചന്ദ്രമാസം
വെച്ച് ഇവരുടെ മതപരമായ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയും കുറേ വർഷങ്ങൾക്കുള്ളിൽ ഇടയ്ക്ക് ഒരു വർഷം 13 മാസമുള്ള മാസമാക്കിക്കൊണ്ട് ആ 365 ദിവസം എന്നുള്ള ആ കാൽക്കുലേഷൻ ഒപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അന്ന് ഈ പെസഹ എന്ന് പറയുന്നത് പാസോവറാണ്. പാസോവർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കടന്നുപോക്കാണ്. അന്ന് ദൈവം ഈജിപ്ത് ദേശത്തൂടെ കടന്നു പോകുന്നു. നീസാൻ മാസം അല്ലെങ്കിൽ ഈ അബീബ് മാസം 14-ാം തീയതി ദൈവം ഈജിപ്ത് ദേശത്തൂടെ കടന്നു പോകും. ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു പോകും. അത് അപ്പോൾ ഇസ്രായേൽ ഭവനങ്ങളിൽ പിന്നെ ദൈവദൂതൻ ഈ സംഹാരം നിർവഹിക്കാതിരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങളുണ്ട്. പുളിപ്പില്ലാത്ത അപ്പം കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു ആടിനെ ചുട്ട് ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ആടിൻ്റെ രക്തമെടുത്ത് കട്ടളപ്പടിയിൽ തളിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കട്ടളപ്പടിയിൽ ആടിൻ്റെ രക്തം തളിച്ച വീടുകൾ ശിക്ഷിക്കപ്പെടുകയില്ല എന്നുള്ള, ബാക്കി ഭവനങ്ങളെല്ലാം ശിക്ഷിക്കപ്പെടും. അവിടുന്ന് ആദിജാതന്മാരെ ദൈവം സംഹരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടെ ഈ ആടിനെ ഊനമില്ലാത്ത ആട് അതിനെ സെലക്ട് ചെയ്യണം. അത് അബീബ് മാസം 10-ാമത്തെ ദിവസമാണ് സെലക്ട് ചെയ്യേണ്ടത്. 14-ാമത്തെ ദിവസമാണ് അതിനെ കൊന്ന് അതിനെ തീയിൽ ചുട്ട് ഭക്ഷിക്കേണ്ടത്. അപ്പോൾ തീയിൽ ചുട്ട് ഭക്ഷിക്കുന്നതിനൊക്കെ റിലവൻസ് ഉണ്ട്. വളരെ വേഗം ഭക്ഷിക്കുക എന്നുള്ള മീനിങ് ആണ്. പുളിപ്പില്ലാത്ത അപ്പവും അത് തന്നെയാണ്. എത്രയും വേഗം നിങ്ങൾ തിരക്കിലാണ്, ബിസി, നിങ്ങൾ യാത്ര ചെയ്യുകയാണ്, യാത്രയിൽ പുളിപ്പിക്കാനൊന്നും സമയം കിട്ടില്ല. ആടിനെ കറി വയ്ക്കാനും വേവിക്കാനും സമയം കിട്ടത്തില്ല, ചുട്ട് ഭക്ഷിച്ചോളുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രിലിമിനറി ട്രെയിനിങ് എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ ഇതിനെ പുതിയ നിയമത്തിൽ ഇതിന് റിലവൻസ് ഉണ്ട്. ഞാൻ തിയോളജിയിൽ കിടക്കുന്നില്ല. ആടിൻ്റെ മുഴുവൻ ഭാവം ഭക്ഷിക്കണം, ഈശോയുടെ മുഴുവൻ ശരീരവും, അവിടെ ബലി എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ്. അതുപോലെ വാതിൽപ്പടിയിൽ തളിക്കപ്പെട്ട രക്തത്തിലൂടെ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന ഈശോയുടെ രക്തത്തിലൂടെ മനുഷ്യർ രക്ഷിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ആദ്യകാല സൂചനകളാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പിന്നെ സൂചനകൾ ഇതിനകത്ത് ധാരാളമായിട്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ സംഭവം ഉണ്ടാവുന്നു. അബീബ് മാസം 14-ാം തീയതി പാസ്ഓവർ ഉണ്ടാവുന്നു. ഈജിപ്തിലെ ആദിജാതന്മാരൊക്കെ വധിക്കപ്പെടുന്നു. മൃഗങ്ങളുടെയും ഒക്കെ ആദിജാതന്മാർ വധിക്കപ്പെടും. ഈജിപ്തിൽ വലിയ നിലവിളി ഉണ്ടാവുന്നു. ഫറവോൻ ഇവരോട് പറയുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോവുക. അതുകൂടാതെ അദ്ദേഹം നിങ്ങളെന്നെ അനുഗ്രഹിച്ചിട്ട് പുറത്തു പോകാൻ പറയുന്നു. അതായത് അദ്ദേഹം അവരുടെ മുൻപിൽ ഈ യഹോവയെ ദൈവമായി സ്വീകരിച്ചുകൊണ്ട് ഇവർ അനുഗ്രഹമായിക്കൊണ്ടാണ് അദ്ദേഹം അവിടുന്ന് വിടുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം അവിടെ പൂർണ്ണമാകും. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെസഹ ആർക്കൊക്കെ ആചരിക്കാമെന്നുള്ളത് പറയുന്നുണ്ട്. ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, ഇസ്രായേൽക്കാരുടെ കൂടെയുള്ളവർക്കും വേണമെങ്കിൽ മറ്റ് ആളുകൾ അവിടെ ഉണ്ട്. ഈ അബ്രാഹത്തിൻ്റെ ഗോത്രത്തിൽപ്പെടാത്ത ആളുകളും ഈ ഇസ്രായേൽക്കാരുടെ കൂടെ താമസിക്കുന്നുണ്ട്. അവരും ഇവരോട് പുറപ്പെട്ടു വരാൻ തയ്യാറാണ്. അങ്ങനെ പുറപ്പെട്ടു വരാൻ തയ്യാറുള്ളവരെയും നിങ്ങൾക്ക് സ്വീകരിക്കാം, പ്രൊവൈഡഡ് അവർ സർക്കംസിഷന് വിധേയനാവണം, അവർ അഗ്രധർമ്മം ഛേദിക്കണം. ഈ പറയുന്ന പെസഹായിൽ അവർക്ക് പിന്നീട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ പെസഹായിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇസ്രായേൽക്കാരനാവുക എന്നുള്ളത് അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് മാത്രമുള്ള കാര്യമല്ല, ആർക്ക് വേണമെങ്കിലും ഈ സമൂഹത്തിൽ ചേരാം, പ്രൊവൈഡഡ് അവരുടെ സമൂഹത്തിന് നിയമങ്ങൾ അനുസരിക്കണം, സർക്കംസിഷൻ ചെയ്യണം, പെസഹ ആചരിക്കണം. ഈ പെസഹ ആചരണം എന്നുള്ളത് ഓരോ വർഷവും ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് ഇവിടെ നിശ്ചയിക്കപ്പെടുകയാണ്. അബ്രാഹത്തിൻ്റെ സന്തതികളെ സംബന്ധിച്ച് അന്ന് അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. അവർക്ക് ആകെ സർക്കംസിഷൻ ചെയ്യണമെന്നല്ലാതെ വേറെ നിയമമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറേയും കൂടി ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി, വർഷം കുറേ കഴിഞ്ഞു, 500 വർഷം കൊണ്ട് പോന്നു. അപ്പോൾ ഈ വർഷങ്ങൾക്കിടയിലൂടെ സമൂഹത്തിൽ വരുന്ന മാറ്റമാണ് ഇതിൽ കാണുന്നത്. ഒരു ഗോത്രത്തിന് മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല, ജനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ ഒരു സമൂഹമായിട്ട് സ്വീകരിക്കുകയാണ്. ഒരു ഗോത്രം എന്നത് വിട്ട് ഇതിനെ ഒരു സമൂഹം എന്നതിൽ ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് ഒരു ഗോത്രത്തിൻ്റെ പേരാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ശരി, ആ ഗോത്രത്തിനകത്ത് ആ ഗോത്രപിതാവിൻ്റെ മക്കൾ മാത്രമല്ല, വേറെ അതിൻ്റെ പുറമേ നിന്ന് വന്ന ആളുകൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലായി. ഇതിനകത്ത് ആർക്ക് വേണേൽ ജോയിൻ ചെയ്യാനുള്ള റൂൾ ഇത് മാത്രമാണ്. ഈ ദൈവത്തിൽ വിശ്വസിക്കണം. യഹോവ എന്നുള്ളത് ആദ്യം ദൈവം ആവശ്യപ്പെട്ടത് വിശ്വാസമാണ്. അബ്രാഹത്തെ വിളിക്കുന്ന സമയത്ത് ദൈവം ആവശ്യപ്പെട്ട കാര്യം വിശ്വാസമാണ്. അതായത് ക്രിസ്തു മതത്തിൻ്റെയും യഹൂദ മതത്തിൻ്റെയും അടിസ്ഥാനം വിശ്വാസമാണ്. യു ഹാവ് ടു ബിലീവ് ഇൻ ഗോഡ്. രണ്ടാമത്തെ കാര്യമാണ് പിന്നീട് ഇവർക്ക് എബ്രഹാമൈറ്റ്സിന് വന്നത് സർക്കംസിഷൻ. മൂന്നാമത്തെ കാര്യം പറയുന്നത് പെസഹ ആചരണമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ കൃത്യമായി വരുന്ന ഒരു പോയിന്റ്, അബ്രഹാമിൽ നിന്ന് ജനിച്ചു എന്നുള്ളത് ദൈവജനമാവാനുള്ളൊരു ക്രൈറ്റീരിയനല്ല. ഇപ്പോൾ ലോകത്തിലെ വേറെ സമൂഹങ്ങളൊക്കെ ഞങ്ങൾ എബ്രഹാത്തിൻ്റെ പിന്മുറക്കാരാണ്, അതുകൊണ്ട് ദൈവജനമാണ് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. അതിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എബ്രഹാമിൽ നിന്ന് ജനിച്ചു എന്നുള്ളതല്ല ഇവിടെ വിഷയം. ഇവിടുത്തെ വിഷയം നിങ്ങൾ പെസഹ ആചരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ സമൂഹത്തിൻ്റെ നിയമം ഇപ്പോഴുള്ളത് ഏറ്റവും പരമപ്രധാനമായത് പെസഹ ആചരണമാണ്. അപ്പോൾ പെസഹ ആചരണം ചെയ്യുന്നുണ്ട്. ഇവർ പുറപ്പെടുന്നത് റാംസസിൽ നിന്നാണ്. റാംസസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കെയ്റോയിൽ നിന്ന് കെയ്റോയിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ്. ഒരു 10 കിലോമീറ്ററോളം വടക്കോട്ടാണ് റാംസസ് എന്ന് പറയുന്ന സ്ഥലം. അന്ന് പിന്നെ ഫറവന്മാരുടെ ക്യാപിറ്റൽ കെയ്റോ ആയിരുന്നില്ല. അവർ മെംഫിസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവരുടെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. അത് കെയ്റോയിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം സൗത്തിലേക്കാണ്. അതായത് ഈ മെംഫിസ് എന്ന് പറയുന്ന ഫറവോന്റെ ക്യാപിറ്റലിൽ നിന്നും ഏകദേശം
ഒരു 35 കിലോമീറ്റർ വടക്കോട്ട് മാറിയുള്ള റാംസസിൽ നിന്നാണ് ഈ ഇസ്രായേൽ സമൂഹം പുറപ്പെടുന്നത്. 6 ലക്ഷം പുരുഷന്മാരാണ് പുറപ്പെടുന്നത്. ഇവിടേക്ക് വന്നത് 66 പുരുഷന്മാരാണ്. അന്ന് യാക്കോബിൻ്റെ സന്തതികളും കൊച്ചുമക്കളുമായിട്ട് വന്നത് എല്ലാം പുരുഷന്മാരായിട്ടാണ്. 66 പേരാണ് അന്ന് വന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് 6 ലക്ഷം മനുഷ്യരാണ്. അപ്പോൾ ഈ പ്രോഗ്രഷനിൽ എന്തോ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് അബ്രാഹത്തിൻ്റെ മക്കൾ മാത്രമല്ല, അവരുടെ കൂടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ വേറെയുമുണ്ട്. അവരെല്ലാവരും ഈ സർക്കംസിഷനൊക്കെ സ്വീകരിച്ച് ഇവരുടെ പോകാൻ തയ്യാറെടുത്ത് ഈ വലിയൊരു സമൂഹം ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ഈ റാംസസിൽ നിന്ന് ആദ്യം പോകുന്നത് സുക്കോത്തിലേക്കാണ്. അതായത് ദറ്റ് മൂവ്മെൻറ്റ് ഇസ് ടുവേർഡ്സ് സൗത്ത് ഡയറക്ഷൻ. അവർ തെക്കോട്ടാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വന്നു കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥലമാണ് സുക്കോത്ത്. ഇപ്പോൾ മോഡേൺ റിസർച്ചൊക്കെ പറയുന്നത് ഈ സുക്കോത്ത് എന്ന് പറയുന്ന മേഖലയിൽ ധാരാളം ഖനികളുണ്ട്. ചെമ്പ്, കോപ്പറൊക്കെ കുഴിച്ചെടുക്കുന്ന ഖനികളുണ്ട്. അപ്പോൾ ആ ഖനികളിൽ ധാരാളമായിട്ട് ഇസ്രായേൽക്കാരെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവർക്കെല്ലാം എത്തിച്ചേരാനുള്ള സൗകര്യത്തിന് സുക്കോത്ത് എന്ന സ്ഥലത്ത് ഇവർ അസംബിൾ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. സുക്കോത്തിൽ നിന്ന് ഇവർ സാധാരണ കനാൻ ദേശത്തേക്ക് പോകുന്ന ഒരു ട്രാക്കുണ്ട്. ഇവരന്ന് യാക്കോബ് വന്ന അതേ ട്രാക്ക്, ഈ ട്രാക്കിലൂടെ ഇവർ മൂവ് ചെയ്യാണ്. ആ ട്രാക്കിലൂടെ എത്താം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും. എത്താമെന്ന് പറയുന്നത് ഇപ്പോഴൊരു ഗ്രേറ്റ് ബിറ്റർ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഗ്രേറ്റ് ബിറ്റർ ലേക്ക്, അതായത് ഉപ്പുള്ള ഒരു വലിയ ലേക്ക്. ഇത് വാസ്തവത്തിൽ ആ കാലത്ത് ഈ മോശയുടെ കാലത്ത് അതൊരു ലേക്ക് ആയിരുന്നില്ല. ഒരു കുഴി പോലത്തെ ഒരു പ്രദേശമായിരുന്നു. ആ പ്രദേശം നിറഞ്ഞ് ഉപ്പ് പാറകൾ നിറഞ്ഞിരുന്ന ഒരു പ്രദേശമായിരുന്നു. പിന്നീട് ഈ നമ്മളുടെ ഈ സൂയസ് കനാൽ എന്ന് പറയുന്ന സാധനം, അത് 1856 വെട്ടിയത് നിങ്ങൾക്കറിയാം. അത് ഫ്രാൻസും ബ്രിട്ടനും ചേർന്നിട്ടാണ് സൂയസ് കനാൽ നിർമ്മിക്കുന്നത്. സൂയസ് കനാൽ എന്ന് പറയുന്നത് ഏകദേശം 190 കിലോമീറ്റർ നീളമുള്ള മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണ്. 190 കിലോമീറ്ററാണ് അതിൻ്റെ നീളം. ഏകദേശം 70-80 കിലോമീറ്റർ വീതി വരും. ഒരു 20 മീറ്റർ ആഴവും വരും. അതിലൂടെയാണ് ഇപ്പം അറ്റ്ലാന്റിക്കിലെ കപ്പലുകൾ ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി മെഡിറ്ററേനിയൻ സീയിൽ കടന്ന് ഈ സൂയസ് കനാൽ ക്രോസ് ചെയ്ത് റെഡ് സീയിൽ കടന്നു കഴിഞ്ഞാൽ അവർക്ക് അറബിക്കടലിലേക്ക് വരാം. അപ്പം അങ്ങനെ വരുമ്പം ഈ അറ്റ്ലാന്റിക്കിൽ നിന്ന് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി അറബിക്കടലിലേക്ക് വരുന്നതിൽ നിന്നും ഏകദേശം 9000 കിലോമീറ്റർ സേവ് ചെയ്യാൻ പറ്റും. 9000 കിലോമീറ്റർ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് സേവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ കനാലിൻ്റെ പേരാണ് സൂയസ് കനാൽ. അപ്പം ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ സൂയസ് കനാൽ നിർമ്മിച്ച സമയത്താണ് ശരിക്കും ഈ ഗ്രേറ്റ് ബിറ്റർ ലേക്ക് എന്ന് പറഞ്ഞ ലേക്ക് ഉണ്ടാകുന്നു. നേരത്തെ ലേക്ക് ആയിരുന്നില്ല. സൂയസ് കനാൽ ഇതിനകത്തൂടെ കടന്നു വന്നപ്പോൾ അത് ലേക്കായി മാറി. കടൽ വെട്ടി അവിടെ എത്തിച്ചപ്പോൾ അത് ലേക്കായി മാറി. അതിന് മുൻപ് അതൊരു ഡ്രൈ ലാൻഡ് ആയിരുന്നു. ആ ഡ്രൈ ലാൻഡിനടുത്തുള്ള എത്താം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഇവർ എത്തിയതായിട്ട് പറയുന്നത്. അത് ബൈബിൾ രേഖപ്പെടുത്തിയ സ്ഥലമാണ്. പക്ഷേ എത്താമിൽ നിന്ന് പിന്നീട് ഇവർ പോവേണ്ടത് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് ക്രോസ് ചെയ്യേണ്ടത് ഫിലിസ്തീനയുടെ സ്ഥലമാണ്. അപ്പോൾ കനാൻ ദേശത്ത് ആദ്യം കടന്നു കഴിഞ്ഞാൽ ഇവർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ബെത്ഷേബ എന്നൊക്കെ പറയുന്ന ആ പ്രദേശം ഉണ്ടല്ലോ, അത് ഫിലിസ്തീനയുടെ സ്ഥലമാണ്. അപ്പോൾ ഇവർ മെഡിറ്ററേനിയൻ്റെ വക്കിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോവുകയാണെങ്കിൽ ഈ ആദ്യം ഇവരത്ത് ഫിലിസ്തീനയുടെ ദേശം. ഫിലിസ്തീൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അപ്പോൾ ഈ 6 ലക്ഷം ആളുകൾ, 6 ലക്ഷം പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ 20 ലക്ഷത്തോളം വരുന്ന ഒരു ജനസഞ്ചയം, അവരുടെ ആടുകളും മാടുകളും കോഴിയും താറാവും എല്ലാം ആയിട്ട് ആ പ്രദേശത്തോട് ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു പേടിച്ചു പോകും. അവരുടെ രാജ്യം കീഴടക്കാനെ ചെല്ലുന്നു വിചാരിക്കും. അപ്പോൾ അവർ ഇവരെ യുദ്ധം ചെയ്ത് ഇവരെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇവരിപ്പം യുദ്ധം ചെയ്യാനുള്ള യാതൊരു കെൽപ്പുള്ളൊരു ഒരു ഗ്രൂപ്പല്ല. കാരണം ഇവരിപ്പോൾ അടിമപ്പണി ചെയ്ത് മാത്രം ശീലമുള്ളവരാണ്. ഇവർ യോദ്ധാക്കളല്ല. നേരത്തെ ഇവർ നല്ല യോദ്ധാക്കളായിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ ആ യുദ്ധവീര്യമൊക്കെ പോയി. അപ്പോൾ ഇവർക്ക് ഫിലിസ്തീനോട് ഏൽക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ദൈവം ഇവരെ വേറൊരു വഴിക്ക് നയിക്കുകയാണ്. അപ്പോൾ ഇവർ ശരിക്കും ഇവർ പോവേണ്ടത് നോർത്തിലേക്കാണ് പോവേണ്ടത്. നോർത്തേൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിന് പകരം ദൈവം ഇവരെ ഡയറക്റ്റ് ചെയ്യുന്നത് സൗത്തേൺ സൈഡിലേക്കാണ്. നിങ്ങൾ സൗത്തേൺ സൈഡിലേക്ക് മൂവ് ചെയ്ത് ബാൽസഫോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറയുന്നു. അപ്പോൾ സൗത്തിലേക്ക് ഏകദേശം തിരിച്ച് യാത്ര ചെയ്യുന്ന പോലത്തെ ഒരു യാത്രയാണ്. ബാൽസഫോൺ എന്ന് പറയുന്ന ഒരു റീജിയനിലേക്ക് അവർ യാത്ര ചെയ്യുന്നു. അപ്പോൾ ബെൽസഫോൺ എന്ന് പറയുന്ന റീജിയനിൽ എത്തുന്ന സമയത്ത് ഈ ചെങ്കടൽ 2 കൈവഴികളായിട്ട് ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ കയറി കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ലാൻഡ്, ഈ 2 കൈയുടെ ഇടയ്ക്ക് കിടക്കുന്ന ഈ ലാൻഡ്, ഇതിനെയാണ് സീനായ് മരുഭൂമി എന്ന് വിളിക്കുന്നത്. ഈ സീനായ് മരുഭൂമിയിൽ നിന്ന് ഈ ഭാഗത്തേക്കുള്ളത് ഈജിപ്താണ്, ഈ ഭാഗത്തേക്കുള്ളത് സൗദി അറേബ്യ, ഇതിൻ്റെ നേരെ മേലെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഏരിയ വരുന്നത്. അപ്പോൾ ഇവർ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ വരാനേ ഉള്ളൂ, നേരെ ഇങ്ങോട്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ ഈ ഫിലിസ്തീനയുടെ ദേശം ക്രോസ് ചെയ്യാൻ മടിച്ചിട്ട് ഇവർ ട്രാവൽ ചെയ്യുന്നത് ഈ കടലിൻ്റെ വക്കിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇതിലൂടെ ട്രാവൽ ചെയ്ത് കയറിപ്പോവാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ട്രാവലിംഗ് ട്രാക്ക്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയുടെ ബ്രിമ്മിലൂടെ ഈ കടൽ, ഇത് കടലാണ്, ഇതും കടലാണ്, ഇത് 2 കടലാണ്, ഇതും കടലാണ്. ഇതിനെ നമ്മൾ ഗൾഫ് ഓഫ് സൂയസ് എന്ന് വിളിക്കും. ദിസ് ഈസ് ഗൾഫ് ഓഫ് സൂയസ്. ഇത് ഗൾഫ് ഓഫ് അക്കാബ. ഇതിൻ്റെ 2ൻ്റെ ഇടയിൽ കയറി കിടക്കുന്ന ലാൻഡിൻ്റെ പേരാണ് സീനായ് മരുഭൂമി. അപ്പോൾ ഈ സീനായ് മരുഭൂമിയുടെ ബ്രിമ്മിലൂടെ, അതായത് ഗൾഫ് ഓഫ് സൂയസിൻ്റെ ബ്രിമ്മിലൂടെ സഞ്ചരിച്ച്
ഇവർ ഗൾഫ് ഓഫ് അക്കാബയുടെ ബ്രിമ്മിലെത്തി. ഇതിലെ പോകുന്ന ഒരു ട്രാക്കാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ടുണ്ട്. ഇവർ ഏതിലെയാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി ഇത് 3000 വർഷം മുമ്പത്തെ യാത്രയുടെ കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് എക്സ്പേർട്സിൻ്റെ ഇടയിൽ ഇവർ സ്വീകരിച്ച വഴികളെ സംബന്ധിച്ച് തർക്കമുണ്ട്. അപ്പോൾ ഇവർ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ബൽസഫോൺ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണെന്നും ഈ റീജിയനിലാണെന്നും ഇവിടുന്ന് ഗൾഫ് ഓഫ് സുയസ് ഇങ്ങനെ ക്രോസ് ചെയ്തതെന്നുമാണ് ഇതുവരെയുള്ള ആർഗ്യുമെന്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ ഗൾഫ് ഓഫ് സുയസ് ക്രോസ് ചെയ്ത സമയത്താണ് ദൈവം ഇവർക്ക് കടലിനെ വിഭജിച്ചു കൊടുക്കുന്നത്. ഇവർ ബൽസഫോണിൽ വന്ന് നിൽക്കുന്ന സമയത്ത് വീണ്ടും ഫറവോൻ മനസ്സ് മാറി ഇവരുടെ പിന്നാലെ വരികയും ഇവരുടെ പിന്നാലെ വന്ന് ഇവരെ ആക്രമിച്ച് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് ഇവർ കടലിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഈ ഗൾഫ് ഓഫ് സുയസിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പം ഗൾഫ് ഓഫ് സുയസിലൂടെ കടലിൻ്റെ നടുവിലൂടെ കടന്നു പോകാൻ ദൈവം ഇവരെ അനുവദിക്കുന്നു. മോശയോട് വടി ഉയർത്തി പിടിക്കാൻ പറയുന്നു. കടൽ രണ്ടായി വിഭജിക്കപ്പെടുന്നു. ആ വിഭജിക്കപ്പെട്ട കടലിൻ്റെ ഇടയിൽ തെളിഞ്ഞു വന്ന ഡ്രൈ ലാൻഡിലൂടെ ഇവർ ക്രോസ് ചെയ്ത് ഈ ഗൾഫ് ഓഫ് സുയസിൻ്റെ മറുഭാഗത്തേക്ക് എത്തുന്നു. അപ്പോൾ അതിനെ ഫോളോ ചെയ്ത് ഫറവോയും പട്ടാളവും ഈ കടലിലേക്ക് ഇറങ്ങുന്നു. പക്ഷേ ഇസ്രായേൽക്കാർ ആദ്യം കരപറ്റുകയും അവർ കരപറ്റിയ ഉടനെ തന്നെ ഈ കടല് വീണ്ടും കൂട്ടി യോജിച്ച് ഫറവോയും കൂട്ടരും വെള്ളത്തിനടിയിലായി പോവുകയും ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ അവരെ എന്നേക്കുമായിട്ട് ഈജിപ്തുകാരിൽ നിന്നും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അവരെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ അടിമയാക്കി വെക്കാൻ വന്നവർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പോകുന്നു. അവരെ കടൽ ക്രോസ് ചെയ്യും. അപ്പം ഇതിനെ സംബന്ധിച്ച് വേറൊരു സംഗതി ഉള്ളത്, ഈ ഇപ്പോഴത്തെ റീസെന്റ് റിസർച്ചുകളിൽ വേറൊരു ആർഗ്യുമെന്റ് വരുന്നുണ്ട്. ഇവർ ഈ ഗൾഫ് ഓഫ് സുയസ് ഇവിടുന്ന് ക്രോസ് ചെയ്യുന്നതിന് പകരം ഇവർ ഗൾഫ് ഓഫ് സുയസ് കടക്കാതെ ഈ മേലെയുള്ള പാർട്ട് നോർത്തേൺ പാർട്ടിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് ഗൾഫ് ഓഫ് അക്കാബയാണ് ക്രോസ് ചെയ്തത്. ഗൾഫ് ഓഫ് അക്കാബ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇവർ നേരെ മിദിയാൻ എന്ന് പറഞ്ഞ പ്രദേശത്ത് കിടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം മിദിയാൻ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അത് അബ്രാഹത്തിൻ്റെ കെറ്റൂറായിലെയും സന്തതികളും ഇസ്മായിലിനും താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ നിന്നാണ് മോശ കല്യാണം കഴിച്ചിട്ടുള്ളത്. മിദിയാൻ ദേശത്താണ് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം വാസ്തവത്തിൽ ഈ പറയുന്ന ഈ കടൽ ക്രോസ് ചെയ്യപ്പെട്ടത് ഇവിടുന്നല്ല, ഈ ഗൾഫ് ഓഫ് സുയസ് അല്ല ക്രോസ് ചെയ്തത്, നേരെ മറിച്ച് ഗൾഫ് ഓഫ് അക്കാബയാണ് ക്രോസ് ചെയ്തത്. അത് ഈ ഭാഗത്ത് ഗൾഫ് ഓഫ് അക്കാബയുടെ ചുവട്ടിൽ ആ റെഡ് സീയിൽ നിങ്ങോട്ട് കയറുന്ന ഭാഗത്ത് ക്രോസ് ചെയ്ത് മിദിയാൻ പ്രദേശത്തേക്ക് കടന്ന് സൗദി അറേബ്യയിലേക്ക് പ്രവേശിച്ചു എന്ന് റീസെൻ്റ് ആയിട്ടുള്ള ചില റിസർച്ചുകൾ ആളുകൾ പറയുന്നുണ്ട്. സാധ്യത കുറവാണ്. സീനായി മല, അപ്പോൾ ഇവർ പറയുന്നത് ഈ പുതിയ റിസർച്ചുള്ള ആളുകൾ പറയുന്നത് ഈ സീനായി മല എന്ന് പറയുന്നത് ദൈവദർശനം കിട്ടിയ സ്ഥലമൊക്കെ മിദിയാനിലാണ്, സൗദി അറേബ്യയിലാണ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ മോട്ടിവേഷനുള്ള റിസർച്ചുകളായിരിക്കാം. എന്തായാലും അത്തരം റിസൾട്ടുകളും ഉണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഇവർ ഈ ഗൾഫ് ഓഫ് സുയസ്, ഗൾഫ് ഓഫ് അക്കാബ, ഇൻ ബിറ്റ്വീൻ പ്ലേസ് മരുഭൂമി, ആ മരുഭൂമി ആ റീജിയണ് നമ്മൾ സീനായ് മരുഭൂമി എന്ന് പറയും. ഇവരെ ഇത് ക്രോസ് ചെയ്ത് സീനായ് മരുഭൂമിയിലേക്ക് കടക്കുന്നു. ഈജിപ്തിൽ നിന്ന് എന്നേക്കുമായിട്ട് അവർ രക്ഷപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, എന്തുകൊണ്ട് ദൈവം മോശയെ സെലക്ട് ചെയ്തു? എന്തുകൊണ്ട് ദൈവം അബ്രാഹത്തെ സെലക്ട് ചെയ്തു? ഒരു പ്രത്യേകതയില്ല. ദൈവം ആളുകളെ സെലക്ട് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയില്ല. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം സെലക്ട് ചെയ്യുന്നു. ഈ ചോദ്യം ഞാൻ സ്വയം ചോദിക്കേണ്ടതാണ്. ദൈവം എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ജനിക്കാൻ എന്നെ സെലക്ട് ചെയ്തു? ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ചേരുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് ഏകദേശം 50 കോടിയോളം പുരുഷ ബീജങ്ങളാണ്. ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുമ്പോൾ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന 50 കോടിയോളം പുരുഷ ബീജങ്ങളാണ്. ആ 50 കോടിയോളം പുരുഷ ബീജങ്ങളിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ഒറ്റ കുഞ്ഞ്. ഈ 50 കോടിയിൽ നിന്ന് ഞാൻ എങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടു? ആ പർട്ടിക്കുലർ സ്പേം അല്ല, അതിന് പകരം വേറൊരു സ്പേം ആണെങ്കിൽ വരുന്നത് ഞാനല്ല, എൻ്റെ സഹോദരനാണ് വരുന്നത്. അപ്പം ഞാൻ എന്തുകൊണ്ട് സെലക്ട് ചെയ്യപ്പെട്ടു? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് മോശനെ സെലക്ട് ചെയ്തു, എന്തുകൊണ്ട് അബ്രാഹത്തെ സെലക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾക്ക് ഉത്തരം വരുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു സംഗതി ഇവിടെ പറയാനുള്ള കാരണം, നമ്മൾ ആദ്യമേ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഞാൻ ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ചാണ് നമ്മൾ ആത്മാന്വേഷണത്തിൽ ഇറങ്ങുന്നത്. അവിടെയാണ് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉദിക്കുന്നത്. അല്ലാതെ വെറുതെ ചന്ദ്രനിൽ പോയി അല്ലെങ്കിൽ വ്യാഴത്തിൽ പോയി എന്നും പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത് എന്നൊരു നിർദ്ദേശത്തോടെ ഇന്നത്തെ ഈ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. നന്ദി.